ടെസ്ലയ്ക്ക് വീണ്ടും തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബ്രിട്ടനിലെ ടെസ്ലയുടെ വിൽപ്പനയിലാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 37% ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിലെ വിൽപ്പനയുടെ കണക്കുകൾ സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. BYD പോലുള്ള ചൈനീസ് വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള കടുത്ത മത്സരമാണ് ടെസ്ലയ്ക്ക് മാർക്കറ്റിൽ തിരിച്ചടിയാവുന്നത്. ബ്രിട്ടനിൽ 3852 ടെസ്ലകളാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിറ്റുപോയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാവട്ടെ ഇത് 2422 യൂണിറ്റായി കുറഞ്ഞ കാഴ്ചയാണ് കണ്ടത്. അതേസമയം ബ്രിട്ടനിലെ ആകെ പുതിയ കാറുകളുടെ വിൽപ്പന മുൻ വർഷത്തെ അപേക്ഷിച്ച് 7.2% ഉയരുകയായിരുന്നു. 2004 ഫെബ്രുവരിക്ക് ശേഷം കാർ വിൽപ്പനയിൽ ഏറ്റവും പുരോഗതി രേഖപ്പെടുത്തിയ മാസം കൂടിയാണ് കടന്നുപോയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ കാർ വിപണി മികച്ച പ്രകടനം നടത്തുമ്പോഴാണ് ടെസ്ലയ്ക്ക് അടിപതറുന്നത്. അതേസമയം തിരിച്ചടികളെ നേരിടാൻ വ്യത്യസ്തമായ വാദവുമായാണ് ടെസ്ല എത്തുന്നത്. ടെസ്ലയുടെ പ്രതിമാസ രജിസ്ട്രേഷൻ കണക്കുകൾ യഥാർത്ഥ വിൽപ്പനയുടെയോ ലഭിച്ച ഓർഡറുകളുടെയോ കൃത്യമായ പ്രതിഫലനമല്ല. വിദേശത്തുള്ള ടെസ്ല ഫാക്ടറികളിൽ നിന്നും UK വാഹനങ്ങൾ എത്തിക്കുന്ന രീതി കണക്കാക്കുമ്പോൾ പാദവാർഷിക രജിസ്ട്രേഷന്റെ കണക്കുകളാണ് ടെസ്ലയുടെ വിൽപ്പന വിലയിരുത്താൻ കൂടുതൽ അനുയോജ്യമെന്നാണ് ടെസ്ല വക്താവ് പറയുന്നത്. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച ബുക്കിംഗുകൾ 2024-2025 വർഷങ്ങളിലെ ഇതേ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എന്നാൽ ഈ കാറുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് ഉപഭോക്താക്കൾക്ക് കൈമാറാത്തതിനാൽ ഈ ഓർഡറുകൾ നിലവിൽ പൂർത്തിയാക്കാത്ത നിലയിലാണ് കണക്കാക്കിയിട്ടുള്ളതെന്നും ടെസ്ല വക്താവ് പറയുന്നത്. ടൊയോട്ട റൂമിയോൺ MPV നിരയിൽ പുതിയൊരു എൻട്രി ലെവൽ ഈ പതിപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കമ്പനി. പുതിയ വാഹനത്തിന്റെ ഷോറൂം വില 9,56,000 രൂപയാണ്. 10,51,000 വിലയുള്ള പെട്രോൾ മാനുവൽ വേരിയന്റുമായി നിലവിൽ ഇത് രണ്ടാമത്തെ ബേസ് വേരിയന്റ് ആണ്. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ഈ പതിപ്പിന് 95,000 രൂപ വില കുറവാണ്. GV പെട്രോൾ മാനുവൽ വേരിയന്റുകൾക്ക് യഥാക്രമം 11,64,000 12,39,000 വില. ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് 12,05,000 മുതൽ 13,86,000 രൂപ വരെയും SC NG വേരിയന്റിന് 11,40,000 രൂപ മുതൽ ഷോറൂം വിലയുള്ളത്. ഇനി ടൊയോട്ട റൂമിയോൺ ഈ വേരിയന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 പവർ വിൻഡോകൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, 6 എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, LED ടെയിൽ ലാമ്പുകൾ, പ്രൊജക്ടർ, ഹാലോജൻ ഹെഡ് ലാമ്പുകൾ തുടങ്ങിയ നിരവധി മികച്ച സവിശേഷതകളോടെയാണ് പുതിയ എൻട്രി ലെവൽ വേരിയന്റ് എത്തുന്നത്. അതേസമയം S വേരിയന്റിൽ സ്റ്റാൻഡേർഡായി നൽകിയിരിക്കുന്ന ഓഡിയോ സിസ്റ്റം, മാനുവലായി ക്രമീകരിക്കാവുന്ന IRVM, റിയർ AC വെന്റുകൾ, EBD ഉള്ള ABS, ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ ലഭ്യമല്ല. ക്രോം സറൗണ്ട് ഉള്ള വലിയ ഫ്രണ്ട് ഗ്രിൽ, LED ടെയിൽ ലാമ്പുകൾ, സിൽവർ വീൽ ക്യാപ്പുകളുള്ള 15 ഇഞ്ച് സ്റ്റീൽ വീലുകൾ എന്നിവ ഇതിന്റെ മറ്റ് സവിശേഷതകൾ. 103 bhp കരുത്തും 137 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് റൂമിയോസ് MPVക്ക് നൽകിയിരിക്കുന്നത്. പുതിയ ഈ ട്രിം 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമേ ലഭ്യമാകൂ. തിരഞ്ഞെടുത്ത വകഭേദങ്ങളിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനും വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പെട്രോൾ എഞ്ചിനോടൊപ്പം CNG കിറ്റ് ഉപയോഗിക്കുന്ന CNG വേരിയന്റ് പരമാവധി 88 bhp പവറും 121.5 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടൊയോട്ടോ 20.51 km/ലിറ്റർ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നുണ്ട്. അതേസമയം CNG വേരിയന്റ് ആവട്ടെ 26.11 km/kg മൈലേജാണ് വാഗ്ദാനം ചെയ്യുന്നത്.